ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുക. ഗലാത്യയിലെ ഗലേഷ്യൻസ് ചാപ്റ്റർ 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. For freedom Christ has set us free. ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകണമെങ്കിൽ നമ്മൾ ബന്ധനത്തിലായിരുന്നു. ബന്ധനത്തിലായതുകൊണ്ടാണ് നമുക്ക് കർത്താവ് സ്വാതന്ത്ര്യം നൽകി തന്നത്. അതുകൊണ്ട് ഒരു വാണിംഗ് തരികയാണ്, അതിൽ ഉറച്ചു നിൽപ്പിൻ. സ്റ്റാൻഡ് ഫേം. ഉറച്ചു നിൽപ്പിൻ. സ്റ്റാൻഡ് ഫേം. എന്ത് ചെയ്യരുത്? ഡു നോട്ട് സബ്മിറ്റ് അഗെയിൻ ടു എ യോക്ക് ഓഫ് സ്ലേവറി. വീണ്ടും അടിമനുഖത്തിൽ നീ കുടുങ്ങിപ്പോകരുത്. നീ ഉറച്ചു നിന്നില്ലെങ്കിൽ അടിമനുഖത്തിൽ നീ കുടുങ്ങിപ്പോകും. ഉറച്ചു നിൽപ്പിൻ. എവിടെ? ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യത്തിൽ. ഈ സ്വാതന്ത്ര്യം ഏറ്റവും മിസ്യൂസ് ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. 3 ദിവസം ജോലി സ്ഥലത്ത് താമസിച്ചെന്നാൽ വാണിംഗ് ലെറ്റർ കിട്ടും, ടെർമിനേഷൻ കിട്ടും. പക്ഷെ നമ്മൾ ആലയത്തിൽ എല്ലാ ആഴ്ചയിലും താമസിച്ചു വരും. എന്താ കാരണം? സ്വാതന്ത്ര്യമാണ്. ആരും ചോദിക്കാനും പറയുവാനുമില്ല. ജോലി സ്ഥലത്ത് തീരാത്ത അസൈൻമെന്റ് വീട്ടിലിരുന്ന് പിന്നെയും ചെയ്യും. പക്ഷേ വചനം വായിക്കുവാൻ മനസ്സില്ല, പ്രാർത്ഥിക്കുവാൻ മനസ്സില്ല. നമ്മുടെ സ്വാതന്ത്ര്യമാണ്. സ്തോത്രം. റോമാലേഖനം പറയുന്നു, നീ നിന്റെ കണക്ക് ബോധിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. അതിലേക്ക് പോകാൻ മകൻ ആഗ്രഹിക്കുന്നത്, നിത്യതയിലേക്കുള്ള യാത്രയിൽ 2 മണ്ഡലങ്ങളിലാണ് പ്രധാനമായും നമുക്ക് ദൈവ സ്വാതന്ത്ര്യം നൽകി തന്നത്. അതിൽ ഒത്തിരി ഘടകങ്ങളുണ്ട്, സബ്ഡിവിഷൻസ് ഉണ്ടെങ്കിലും 2 മേജർ ഏരിയാസ് ഗോഡ് ഹാസ് ഗിവൻ ഫ്രീഡം. ബന്ധനത്തിൽ നമ്മളെ അഴിച്ചുവിട്ടത് പ്രധാന 2 അനുഭവങ്ങളിൽ നിന്നാണ്. 1 യോഹന്നാൻ 1:9, 1 ജോൺ 1:9. അത് വായിക്കാം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഒന്നാമത് കർത്താവ് സ്വാതന്ത്ര്യം നൽകി തന്നത് നമ്മുടെ പാപ സ്വഭാവങ്ങളിൽ നിന്നാണ്. He gave freedom from the sin. പാപങ്ങളിൽ നിന്ന് മോചനം നൽകി തന്നു. രണ്ടാമത് ഗലേഷ്യൻസ് ചാപ്റ്റർ 3:13. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ശാപത്തിൽ നിന്ന് കർത്താവ് നമ്മെ മോചിപ്പിച്ചു. ഇന്ന് ആത്മീയ കോളത്തിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്നതും പ്രോപ്പർലി ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന 2 വാക്കാണ് പാപവും ശാപവും. ഇത് രണ്ടോടെ മിക്സ് ചെയ്യുകയാണെന്ന്. പാപം വേറെ, ശാപം വേറെ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ഞാൻ നിങ്ങളെ വീണ്ടെടുത്തു. സ്തോത്രം. മനസ്സിലാക്കാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. പാപം വേറെ, ശാപം വേറെ. പിതാക്കന്മാരുടെ ശാപം മക്കളിലേക്ക് പിന്തുടർന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്താണ് അതിനെ എതിർക്കുവാൻ കാരണം? 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം വായിച്ചേ. 2 Corinthians chapter 5:17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ, ശ്രദ്ധിച്ചാൽ, ഒരുവൻ ക്രിസ്തുവിലാകുന്നു, അവൻ പുതിയ സൃഷ്ടിയാണ്. He is a new creation. പഴയത് കഴിഞ്ഞുപോയി, all is passed away. ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് പിതാക്കന്മാരുടെ ശാപം ഒരിക്കലും സ്നാനപ്പെട്ട കർത്താവിനെ ക്രിസ്തുവിലാകുന്ന ഒരു വ്യക്തിയിൽ പിതാക്കന്മാരുടെ ശാപം വരികയില്ല. അവിടം കൊണ്ട്
നീ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അവന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും പങ്കാളിയായി തീരുന്ന സ്നാനത്തിലേക്ക് കടക്കുമ്പോൾ അന്ന് വരെയുള്ള സകല പാപങ്ങളിൽ നിന്നും നിന്നെ പിന്തുടർന്ന സകല ശാപങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ വിടുവിക്കുകയാണ്. സ്തോത്രം. എല്ലാം പഴയതായിരിക്കുന്നു, അല്ലെ? പഴയതെല്ലാം മാറിപ്പോകുന്നു. ഇപ്പോൾ അവരെന്തായിരിക്കുന്നു? പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഇന്ന് പാപത്തെ കുറിച്ചല്ല, ശാപത്തെ കുറിച്ച് സംസാരിക്കുക ദൈവാത്മാവിനെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. ശാപത്തിൽ നമ്മെ വിടുവിച്ചു. നമ്മൾ വായിച്ച ആദ്യ വാക്കിൽ എന്താ പറഞ്ഞത്? ഉറച്ചു നിൽപ്പീൻ, വീണ്ടും നിങ്ങൾ അടിമ മുഖത്തിലേക്ക് എന്ത് ചെയ്യരുത്? ഒടുങ്ങിപ്പോകരുത്. വിശ്വാസത്തിലേക്ക് വന്നൊരു മനുഷ്യൻ, വിശ്വാസ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ച മനുഷ്യൻ, അവന്റെ ജീവിതത്തിലെ സകല പാപങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും ക്രിസ്തു അവനെ മോചിപ്പിക്കുന്നു. അതിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ നീ വീണ്ടും ശാപഗ്രസ്തരായി തീരുവാൻ സാധ്യതയുണ്ട്. വീണ്ടും ശാപത്തിന്റെ ശക്തികൾ നിന്നെ വാഴുവാൻ സാധ്യതയുണ്ട്. കാരണം ആ സ്വാതന്ത്ര്യത്തിൽ നീ ക്രിസ്തുവിൽ നീ ഉറച്ചു നിൽക്കുന്നില്ല. You are not standing in firm in Christ. അതുകൊണ്ട് ഈ അടിമ മുഖം നിന്നെ വീണ്ടും you will be under the yoke of slavery. അടിമതത്തിലേക്ക് നീ വീണ്ടും മടങ്ങി പോകും. വീണ്ടും ശാപത്തിലേക്ക് നീ മടങ്ങി പോവുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, പരിശോധിക്കണം എങ്ങനെയാണ് ഒരു ദൈവവേദൽ ശപിക്കപ്പെട്ടവനായി വീണ്ടും മാറുവാനുള്ള സാധ്യത. ദൈവത്തിന് സ്തോത്രം. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. ഗൗരവത്തോടെ ഏറ്റെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ തിരുത്തൽ നടത്തുവാൻ നിങ്ങൾ തയ്യാറാകണം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 1, 8 and 9. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. If you deviate from the word of God, വീണ്ടും നീ ശാപത്തിലേക്ക് പോകും. ശാപം നിന്നെ പിന്തുടരും. ശപിക്കപ്പെട്ട തലമുറയായി നീ മാറും. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് അതിന് വിരുദ്ധമായി വിപരീതമായി ആരെങ്കിലും ഈ വചനത്തെ കൈക്കൊള്ളുകയോ വചനത്തെ അറിയിക്കുകയോ ചെയ്താൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരായി മാറുകയാണ്. Either you stand against the word of God or you deviate from the word of God. ആത്മീയ ജീവിതത്തിലെ the dangerous question കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. The dangerous question. വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതെവിടെ പറഞ്ഞിരിക്കുന്നു? ഇത് ഡേഞ്ചറസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സഭയ്ക്കും ശ്രദ്ധിച്ചു കേൾക്കണം, ഒരു സെമിനാരിക്കും, ഒരു ബൈബിൾ കോളേജിനും, ഒരു പാസ്റ്ററിനും ഈ ദൈവവചനത്തിന്റെ അർത്ഥം ഇതാണ് യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുവാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ദൈവം അധികാരം കൊടുത്തിട്ടില്ല. ശ്രദ്ധിച്ചു, വളരെ ഗൗരവമേറിയ വിഷയമാണ്. God has not given other to anyone. ഇതാണ് ഈ വചനത്തിന്റെ അർത്ഥം, അവസാന അർത്ഥം എന്ന് പറയുവാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ആർക്ക് ദൈവ അധികാരം നൽകിയിട്ടില്ല. എന്തായാലും കാരണം 2 Timothy chapter 3:16 എന്ന് വായിച്ചേ. 2 Timothy 3:16. എല്ലാ തിരുവഴുത്തും ദൈവാശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിലും ശാസ്ത്രത്തിലും ഗുണീകരണത്തിലും all scripture is breathed out by God. ദൈവശാസ്ത്രമാകിയാൽ, ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതാകിയാൽ
ഇതിന്റെ ആധികാരത തെളിയിക്കുവാൻ ഒരു മനുഷ്യന്റെ ദൈവം അധികാരം നൽകിയിട്ടില്ല. It's breathed out from God. പരിശുദ്ധാത്മാവ് വചനം എഴുതുമ്പോൾ പരിശുദ്ധാത്മ ഒരു ആശയമുണ്ട്. ആ ആശയം ഇന്നതെന്ന് ഫ്രീസ് ചെയ്യുവാൻ എനിക്കോ ഈ ഭൂമിയിലെ ഒരു മതപണ്ഡിതനോ ഏറ്റവും ഉന്നതനാക്കിയനോ ദൈവം അധികാരം നൽകിയിട്ടില്ല. So we cannot follow teaching of any church. We cannot follow teaching of any pastor. We cannot follow teaching of any congregation. ആരാണ് അധികാരം നൽകിയത്? മനസ്സിലാക്കിയ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ സഭയിൽ അങ്ങനെ പറയുമല്ലോ, ആ സഭയിൽ കുഴപ്പമില്ലല്ലോ, ഈ പാസ് ഇങ്ങനെ ചെയ്യുന്നല്ലോ. ഇത് ചോദിക്കുന്ന ചോദ്യമാണ് the most dangerous question in spiritual world. Hallelujah. Everything is breathed out from God. ഇത് നിനക്ക് എങ്ങനെ വെളിപ്പെടും? How I can realize ആരാണ് അതിന്റെ അധികാരി? God is the owner of the word of God. ഇതിന്റെ ഉടമസ്ഥൻ ദൈവമാണ്. അതുകൊണ്ട് ദൈവം നമ്മെ പഠിപ്പിക്കുവാൻ ഒരു അധ്യാപകനെ നൽകിയിരിക്കുന്നു. 2 Corinthians chapter 2 10-12 വായിച്ചേ. 2 കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 10 മുതൽ 12 വരെ. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. Through the Spirit of God, God has revealed everything to you. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അവിടെ തന്നെ ദൈവത്തിനുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. The only one teacher, the only one authority God has provided. ഒരു കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നിന്നെ സകല സത്യത്തിൽ വഴി നടത്തുന്ന ഒരേ ഒരു അധ്യാപകൻ, വചനം ആധികാരികമായി നിന്നോട് ഇടപെടുവാൻ ദൈവം അനുവാദം കൊടുത്തത് തന്റെ പരിശുദ്ധാത്മാവിന് മാത്രമാണ്. പരിശുദ്ധാത്മാവ് നിന്നോട് എന്ത് പറയുന്നു? അതിൽ നിന്ന് വ്യതിചലിക്കുവാൻ ഒരു സഭയുടെ പഠിപ്പിലോ ഒരു പാസ്റ്ററുടെ പ്രസംഗമോ ഈ ഭൂമിയിൽ ഏതെങ്കിലും പുസ്തകങ്ങളോ ഇടയായി തീർന്നുവെങ്കിൽ നീ ശാപത്തിലേക്കുള്ള യാത്രയിലാണ്. Hallelujah. You are deviating from the teaching of Holy Spirit. He is the only one authorized teacher. യഥാർത്ഥ അധ്യാപകൻ പരിശുദ്ധാത്മാവാകുന്നു. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ സ്തോത്രം വചനത്തെ മാറ്റിമറിക്കുവാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നില്ല, ദൈവം അനുവദിക്കുന്നില്ല. സ്തോത്രം. ഇവിടെ ഒരേ ഒരു അധ്യാപകൻ നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിനക്കത് റിവീൽ ചെയ്യും. സ്തോത്രം. നിന്നെ അവൻ പഠിപ്പിക്കും. ചില ദേവദാസന്മാർക്ക് കൺവെൻഷൻ പറയും, മിനിമം എത്ര പേര് കാണും? 1000 പേര് കൂടുമെങ്കിൽ മാത്രമേ ഞാൻ വരികയുള്ളൂ. എന്നാൽ ഈ അധ്യാപകനായ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത, നിന്റെ കിടക്കയിൽ വന്ന് ഏകയായി പ്രാർത്ഥിക്കുന്ന തന്റെ മകനോടും മകളോടും സ്വർഗീയ രഹസ്യം പ്രസംഗിപ്പാൻ വെമ്പൽ കൊള്ളുന്ന ദൈവത്തിന്റെ ആത്മാവ്. സ്തോത്രം. ഈ അധ്യാപകത്തിനെ പഠിപ്പിക്കുകയാണ് ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ പൗലോസ് ഇങ്ങനെ പറയുന്നു. 1 Corinthians chapter 11:23. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 23-ാം വാക്യം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും I received from God നിങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു and I provided to you. മതി. ഞാൻ ഗമാലിയേലിന്റെ അടുത്ത് പോവുകയോ അപ്പോസ്തലന്മാരുടെ അടുത്ത് പോവുകയോ അറബി നാട്ടിലേക്ക് പോവുകയോ ചെയ്യാതെ എന്നെ വിളിച്ച ദൈവത്തിന്റെ പാദപീഠത്തിൽ വന്നിരുന്നപ്പോൾ സഭയിലെ എനിക്ക് പറയുവാൻ ഒരു സാക്ഷ്യമുണ്ട്. I received from God and I provided to the church. ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്, പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിച്ചത്, അധ്യാപകരിൽ നിന്ന് പ്രാപിച്ചത് ഞാൻ നിങ്ങൾക്ക് അതുപോലെ പകർന്നു തരികയാണ്. Praise God. Praise God. എന്റെ നിങ്ങളുടെ ആഗ്രഹം എന്താ? നിങ്ങളുടെ ഇഷ്ടപ്രകാരം പ്രസംഗിക്കുന്ന പ്രസംഗം, നിങ്ങളുടെ ഇഷ്ടപ്രകാരം പഠിപ്പിക്കുന്ന പഠിപ്പീര്, നിങ്ങളുടെ വഴിയിലൂടെ നിങ്ങളെ പറഞ്ഞു വിടുന്ന സന്ദേശം, അത് ലഭിക്കുന്ന ഇളവല്ല പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. ഒരേ ഒരു വഴി
ക്രിസ്തു എന്ന മാർഗം, അതിലൂടെ നിന്നെ നടത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരേ ഒരു വഴിയുടെ മാത്രമേ അവൻ നടത്തുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ ഒരു വാണി പിന്നെ ദൈവാത്മാവ് തരികയാണ്. വായിച്ചേ. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവരോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ, if you add something to the word of God, ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ, if you delete or if you deviate or if you don't teach, പഠിപ്പിക്കുന്നത് പഠിപ്പിക്കാതിരിക്കുക. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ശപിക്കപ്പെട്ടവനായി മാറുക. ഈ വചനത്തിൽ നീ കൂട്ടുകയോ ഈ വചനത്തിൽ കുറയ്ക്കുകയോ, വചനത്തിൽ പഠിപ്പിക്കാൻ പാടില്ലാത്തത് പഠിപ്പിക്കുകയും വചനത്തിൽ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കാതിരിക്കുകയും, നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി മറച്ചു വെക്കുകയും, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ട്, നിങ്ങൾ മാറിപ്പോകുമെന്ന് ചിന്തിച്ചുകൊണ്ട്, നിങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്താലും അവൻ ശപിക്കപ്പെട്ടവനായി മാറുക. God has not given authority to add or delete anything from the word of God. ഞാൻ അതിന് ഉത്തരവാദിയല്ല, എനിക്ക് അധികാരമില്ല. ഈ വചനം എന്ത് പറയുന്നുവോ അതനുസരിക്കുവാൻ, അത് മാത്രം ഉൾക്കൊള്ളുവാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ പൈതൽ. അതിൽ നീ ഉറച്ചു നിൽപ്പീൻ. Anything outside the word of God, anything deleted from the word of God, if you accept that, you are a cursed person. Hallelujah. സ്തോത്രം. Praise the Lord. 2 യോഹന്നാൻ 1:9-11 വാക്യം വായിച്ച ഭാഗം ഞാൻ അവസാനിപ്പിക്കട്ടെ. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അത് കടന്നു പോകുന്ന ഒരുത്തരും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ, who stand firm in the teaching of Christ, പിതാവും പുത്രനും, അവന് പിതാവുമുണ്ട് പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ, ഒരുത്തൻ ഈ ടീച്ചിങ് കൊണ്ടല്ലാതെ, if you add something in the word of God and if you delete or deviate from the word of God, അവൻ നിന്റെ അടുക്കൽ വന്നാൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. don't have a fellowship, don't have a fellowship, don't compromise your spiritual life. എന്താണ് കാരണം? അവന് കുശലം പറയുകയും വരുത്. അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ. You are the partner of his wrong deeds. അവന്റെ എല്ലാ ദുഷ്പ്രവൃത്തികൾക്കും നീ കൂട്ടാളിയായി തീരുന്നു. നീ ശപിക്കപ്പെട്ടവനായി മാറുന്നു. പൗലോസ് പറഞ്ഞത് കേട്ടോണേ. ഭൂമിയിൽ നിന്നാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, എന്റെ വലിയ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഭൂമിയിൽ നിന്നാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരുവനാകട്ടെ ഇതിന് വിരുദ്ധമായി പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിൽ ശപിക്കപ്പെടാതിരിക്കണമെങ്കിൽ, ശാപത്തിൽ വീഴാതിരിക്കണമെങ്കിൽ, ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ, don't say no to anything from the word of God. നീ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും അങ്ങനെയില്ല, അത് വേണ്ട, അങ്ങനെയൊന്നും അല്ല എന്ന് നീ പറയരുത്. കർത്താവേ, എനിക്കറിയില്ല, ഇപ്പോൾ ഞാൻ അറിയുന്നത് ഇതൊന്നും ആവശ്യമില്ല, പക്ഷേ എന്നെ പഠിപ്പിക്കണമേ. I want to live according to the word of God. ഇതിന് പുറത്തും അകത്തും വിരുദ്ധമായി ഡീവിയേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. നീ എന്ത് പഠിപ്പിക്കുന്നുവോ, you are the teacher, Holy Spirit, you are the guide, you are the teacher, guide me properly, so according to the word of God I will live my spiritual life. അതും പ്രകാരം ഒരു ഹാപ്പി ജീവിതം ഈ ഭൂമിയിൽ ഞാൻ നയിക്കും. അടിമതത്തിൽ കുടുങ്ങി പോകാതിരിക്കണമെങ്കിൽ വചനപ്രകാരമുള്ള ജീവിതം. ഹല്ലേലൂയ. ഇത് നിങ്ങൾ അപ്പനപ്പൂവാൻ പഠിപ്പിച്ചത് നടക്കില്ല, ഒരു രക്ഷയില്ല. നീ ആചരിച്ചു, നീ അനുഷ്ഠിച്ചു, പക്ഷെ നീ ആരുടെ കൂട്ടത്തിൽ, അനുഗ്രഹിക്കപ്പെട്ട കൂട്ടത്തിലല്ല. വചനം പറയുന്നു, ശപിക്കപ്പെട്ട കൂട്ടത്തിൽ നീ മാറ്റപ്പെടുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 16-ാം അധ്യായം
22 1 Corinthians chapter 16:22 എങ്ങനെയാണ് ശാപത്തിലേക്ക് പോകുന്നത്? കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെല്ലാവരും കർത്താവിനെ സ്നേഹിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഈ ആരാധനയ്ക്ക് വന്നു. സംഗതി സത്യമാണ്. ഇപ്പൊ ഒരു ചോദ്യം നമ്മൾ ഹൃദയത്തിൽ വരും, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. യോഹന്നാൻ 14:23 വായിച്ചേ. ജോൺ 14:23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്റെ വചനം പ്രമാണിക്കും. മതി. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വചനപ്രകാരമുള്ള ജീവിതം മതിയെന്ന് തീരുമാനമെടുക്കുക. മാത്രമല്ല, ആ വചനം അനുസരിക്കുമെന്ന് തീരുമാനമെടുക്കും. ആ വചനം അനുസരിക്കുന്നില്ല എങ്കിൽ you are not a blessed person. ശപിക്കപ്പെട്ടവരായി മാറുക. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ വായിച്ചേ. Matthew 19 from 16 ഒന്ന് വായിച്ചേ. അനന്തരം ഒരുത്തൻ വന്ന യേശുവിനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചത്. നിത്യജീവനെ പ്രാപിക്കണം, എനിക്ക് നിത്യജീവനെ പ്രാപിക്കണം. യേശു, എന്നോട് നന്മയെ കുറിച്ച് ചോദിക്കുന്നത് എന്താ? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന അവരോട്. ശപിക്കപ്പെട്ടവനായി മാറാതിരിക്കണമെങ്കിൽ, നിത്യജീവനെ കടക്കണമെങ്കിൽ ഈ വചനം നീ പ്രമാണിച്ചേ മതിയാകും. വളരെ ക്ലിയർ ആണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അത് അടുത്ത വാക്യം. ദേവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു. യേശു പറഞ്ഞു, 1 2 3 4 5 6 7 8 9 ഈ വചനങ്ങളെല്ലാം അനുസരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതെല്ലാം ഞാൻ അനുസരിക്കുന്നു. എന്നാ എന്ത് ചെയ്യണം? ഇനി എന്താ കുറവുള്ളത്? ഇതാണ് കുറവ്. അവൻ എന്ത് ചെയ്തു? അവൻ കേട്ടോടെ സന്തോഷത്തോടെ അനുസരിച്ചിട്ടാണ് അവൻ എഴുതിയിരിക്കുന്നത്. അവൻ ദുഃഖിച്ച് യേശുവിൽ നിന്ന് പോയിട്ടാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്, എനിക്കിഷ്ടമുള്ള വചനങ്ങൾ അനുസരിക്കുന്നതല്ല ദൈവവചന അനുസരണം. നിനക്ക് ഇഷ്ടമില്ലാത്തത് ദൈവവചനം പഠിപ്പിക്കുന്നുവെങ്കിൽ നീ അനുസരിച്ചേ മതിയാകും. ആ സെൻറ്റൻസുകൾ കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളവരെ അനുസരിക്കുന്നു, എനിക്ക് നഷ്ടം വരാത്തതൊക്കെ ഞാൻ അനുസരിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ അനുസരിക്കുന്നു. പക്ഷെ അനുസരിക്കാൻ മനസ്സില്ലാത്തത് പറയുമ്പോൾ ഞാൻ അനുസരിക്കുന്നു. ഇന്നത്തെ വിശ്വാസം ചോദിക്കും, ഈ സ്വത്ത് വിറ്റ് എല്ലാം കൊടുക്കണമെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നു? നീ തന്ന നന്മയല്ലേ ഇത്? ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നീ തന്ന ഭവനമല്ലേ, നീ തന്ന വാഹനമല്ലേ, നീ തന്ന ജോലിയല്ലേ, നീ തന്ന ദിനാറല്ലേ, ഇതെല്ലാം കൊടുക്കണമെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നു? ഡേഞ്ചറസ് ക്വസ്റ്റ്യൻ. ഹല്ലേലൂയ. നിനക്ക് ഇഷ്ടമുള്ളത് അനുസരിക്കുക, നിനക്ക് ഇഷ്ടമില്ലാത്തത് ഇഗ്നോർ ചെയ്യുക, ശപിക്കപ്പെട്ടവനായി മാറുക.
So where you have to study, പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന കർത്താവേ, Holy Spirit, reveal to me. എനിക്കിത് ചെയ്യുവാൻ മനസ്സില്ല, പക്ഷേ നിന്റെ ഹിതമെങ്കിൽ എന്റെ ഹിതമല്ല, നിന്റെ ഹിതം ചെയ്യുവാൻ ക്രമ തീരുമാനമാകണമേ. It's not my will, it's not my thought, it's not my way. നിന്റെ ഹിതം അതാണെങ്കിൽ അതനുസരിപ്പാൻ കൃപ തരണമെന്ന് ആര് പ്രാർത്ഥിക്കുന്നുവോ, he is the blessed man in the world. ദൈവത്തിന് സ്തോത്രം. എനിക്കിഷ്ടമുള്ളത്, എനിക്ക് സന്തോഷം തരുന്നത്, എളുപ്പത്തിൽ അനുസരിക്കാൻ കഴിയുന്നത് ഞാൻ അനുസരിക്കുക. പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്തവരും ഞാൻ കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല, ഞാനൊന്ന് പറഞ്ഞില്ലേ. ഈ വിശ്വാസ ഗുണം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് യോഹന്നാൻ 9:1 ജോൺ 9:1 വ്യത്യസ്ത അനുഭവങ്ങളെ കാണുവാൻ കഴിയുകയാണ്. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന ശിലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശിലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. മതി, അവന് കർത്താവ് കാഴ്ച കൊടുത്തു. ജനനം മുതൽ കുരുടൻ അവന് ദൈവം കാഴ്ച കൊടുത്തു. 19-12 മുതൽ വായിച്ചേ. കാഴ്ച പ്രാപിച്ചവന്റെ അമ്മയപ്പന്മാരെ വിളിച്ച് ചോദിക്കുവോളം അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചു എന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല. കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ അവനിപ്പോൾ കണ്ടു കാണുന്നത് എങ്ങനെയെന്ന് അവർ അവനോട് ചോദിച്ചു. അവന്റെ അമ്മയപ്പന്മാർ, ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവനെന്നും ഞങ്ങൾ അറിയുന്നു, എന്നാൽ കണ്ടു കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല, അവന്റെ കണ്ണാർ തുറന്നുവെന്നും അറിയുന്നില്ല. അവനോട് ചോദിപ്പിൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയും എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റു പറയുന്നവൻ പള്ളി പ്രശ്നനാക്കണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞു. തന്റെ മകൻ ഇത്രയും വലിയ വിടുതൽ പ്രാപിച്ചിട്ടും വിടുതൽ വീഴ്ചവൻ യേശുവാണെന്ന് അറിഞ്ഞിട്ടും അത് പരസ്യമായി ടെസ്റ്റ് ചെയ്യാൻ മടി കാണിച്ചത് എന്താണെന്നറിയാമോ? മനുഷ്യരെ ഭയം, മനുഷ്യരെ പ്ലീസ് ചെയ്യുന്നു. സിനഗോഗിൽ നിന്ന്, പള്ളിയിൽ നിന്ന് അവരെ പുറത്താക്കും, അവരുടെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കും, അവരെ ഐസൊലേറ്റ് ചെയ്യും, അവരെ ഏറ്റവും പീഡിപ്പിക്കും, കഷ്ടതകളെ കടത്തിവിടുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ വിടുതൽ കർത്താവേ മഹത്വം പറയുന്ന സ്ഥാനത്ത് മനുഷ്യരെ ഭയപ്പെട്ട്, മനുഷ്യരെ മറച്ചുകൊണ്ട്, മനുഷ്യരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവൻ യേശുവിനെ തള്ളി പറയുന്ന വചനം അനുസരിക്കാത്ത സമൂഹം മറുഭാഗത്ത്. അവന് പ്രായമുണ്ടല്ലോ, അവൻ പറഞ്ഞോളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ എപ്പോഴും പറയേണ്ടതാണ്. ഒരു കാര്യം ഓർത്തു നോക്കിക്കേ, ഒരു ചെറിയ പനി വന്നാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെയാണ് ഈ അപ്പനും അമ്മയും ഗർഭയിൽ മുതൽ അന്ധനായ ഒരു കുരുടനായ സ്തോത്രം ഈ മകന് വേണ്ടി എത്രയധികം പ്രാർത്ഥിച്ചു കാണും. അവൻ കണ്ണ് കാണുന്നതായി കാണുമ്പോൾ എത്രയധികം മാതാപിതാക്കൾ സ്തുതിക്കുന്നതാണ്. പക്ഷേ ഓർത്തുകൊള്ളുക, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ശക്തി വാഴുന്ന കാലഘട്ടം. അല്പലാഭത്തിന് വേണ്ടി, മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ദൈവത്തിന്റെ സ്തോത്രം അവരെ തള്ളി പറയുക. സ്തോത്രം. എന്നാൽ റോമാലേഖനം 8:38-39 വാക്യം വായിച്ച് ഭാഗം അവസാനിപ്പിക്കട്ടെ. റോമാലേഖനം 8:38-38, റോമൻസ് 8:38-39. എങ്ങനെയുള്ളവരെയാണ് കർത്താവിന്റെ ഇന്ന് പകൽ കാണുവാൻ ആഗ്രഹിക്കുന്നത്? മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്താണ് എന്റെ തീരുമാനം?
ഉയരത്തിലോ ആഴങ്ങൾക്കോ യാതൊരു സൃഷ്ടിക്കോ ഒരു മനുഷ്യനോ ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയാതെ വണ്ണം ഈ വചനം ഞാൻ അനുസരിക്കും, ഈ വചനപ്രകാരം ജീവിക്കും. ഈ സ്നേഹം, ആമേൻ, പിതാവിനോടുള്ള സ്നേഹം വചന അനുസരണത്തിലൂടെ ഞാൻ കാണിക്കും. എന്ത് വന്നാലും ഈ വചനം മാത്രം അനുസരിക്കും. ഇങ്ങനെ തന്നെ ജീവിക്കുമെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അങ്ങനെ ജീവിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അല്ലാതുള്ളവൻ അടിമതുഖത്തിലേക്ക് പോകുന്ന ശാപഗ്രസ്തൻ. ഇതിനാണ് ഈ വചനം മുഴുവൻ വായിച്ച് കേൾപ്പിക്കുന്നത്. നിങ്ങൾ ഇത് പഠിക്കണം. ശപിക്കപ്പെട്ട സമൂഹമായി മാറരുത്. കൈവിട്ടു പോകുന്ന നിത്യതയിൽ നിന്ന് വെള്ളവസ്ത്രം ധരിച്ചു, കൈയടിച്ച് ആരാധിച്ചു, പാട്ടുപാടി ആരാധിച്ചു, വേർപെട്ടൊക്കെ ശരിയാ. പക്ഷേ ആമേൻ, നിന്നെ ഡീവിയേറ്റ് ചെയ്യുന്ന ശക്തികളെ പകൽക്കാലം തിരിച്ചറിഞ്ഞ് സ്റ്റാൻഡ് ഫേം, ഉറച്ചു നിൽപ്പീൻ. അടിമതത്തിൽ കൂടി പോകാതിരിക്കാൻ. സ്തോത്രം. യെരമ്യാ 48:10 വേഗത്തിൽ ഭാവനം പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. യെരമ്യാ 48:10. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഓ ജീസസ്. വചനം പ്രകാരമുള്ള ജീവിതം മതി തീരുമാനമെടുത്തു. ഇനി ഈ വചനം മാത്രം അനുസരിച്ച് തീരുമാനമെടുത്തു. എന്നാലും തീരുമാനമെടുത്താലും 100% അതിൽ വിശ്വസ്തനാകാതെ നിന്നെ ഉദാസീനാക്കുന്ന, ഉപേക്ഷ കാണിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയൊക്കെ മതിയെന്ന് പറയിക്കുന്ന ശക്തി നിന്നോട് പോരാടുന്നെങ്കിൽ നീ ശപിക്കപ്പെട്ടവൻ. മത്തായി 22:37-38. Matthew 22:37-38. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ ഒന്നാമത്തെ കൽപ്പന. The greatest commandment. ഉദാസീനതയോടെ അല്ല, 99% അല്ല, 100%. With full heart. Praise the Lord. With full heart. ഇവിടെ നമ്മളെന്തിനാ ചർച്ചയിൽ പോകുന്ന ഈ ജാക്കി വെച്ച് കർത്താവ് മടുത്തു. ഒരു പരിധി കഴിയും പറയും, ഇനി ജാക്കി വെച്ച വണ്ടി ഓടുന്നു നിർത്തിയാ പറയും. ഇല്ലേ? ഉണ്ട്. വെളിപ്പാട് 3:15-14 വായിച്ചു. വെളിപ്പാട് 3:14 വായിച്ചു. വണ്ടി ഉള്ള നിർത്തിയെന്ന് കാണിച്ചു തരാം. ജാക്കി വെച്ചിട്ടും ലവദോക്കിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. നീ ഉത്തരത്തിലുമല്ല, നീ തറയിലുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിട്ട് കളയും. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നെ എടുത്ത് വെളിയിൽ കളയുന്ന ഒരു സമയം വരെ കർത്താവ് നോക്കിയ നീ ഏതെങ്കിലും ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നീ ക്രിസ്തു വിരോധിയായെങ്കിൽ കൊള്ളാമായിരുന്നു. നീ ക്രിസ്തു അനുകൂലിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അവിടെയുമില്ല ഇവിടെയുമില്ല, വെട്ടേക്ക് ചതഞ്ഞ വൃക്ഷം പോലെ. ഇനി അത് മുറിച്ചിടാനും വയ്യ, ഒരു ഫർണിച്ചർ ഉപയോഗിക്കാനും വയ്യ. യൂസ്ലെസ് ആയി കഴിയുമ്പോൾ അവൻ നിന്നെ എടുത്ത് വെളിയിൽ കളയുമെന്ന്. എപ്പോഴാ? ഗർഭിണികളൊക്കെ വരുന്നവരാ വിശ്വാസത്തിൽ നമ്മൾ വരുന്നത്, ഈ ആത്മീയത നയിക്കുന്നത്. വിശ്വസ്തനായ ഒരുവരി ആലയത്തിലുണ്ടെങ്കിൽ ഈ ദേശം പിടിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. എണ്ണമന്റെ കർത്താവ് നോക്കുന്നില്ല. ഒരു ദാവീദിനെ കൊണ്ട്
ഒരു മോശയെ കൊണ്ട്, ഒരു ശമൂവേലിനെ കൊണ്ട് അവൻ യേശുവിന്റെ കാലഘട്ടം വരെ ജനത്തെ നടത്തുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസ്തരായ ഒരു മനുഷ്യനെ ദൈവം തേടുകയാണ്. ഫുൾ ഹാർട്ട്. സമയം കടന്നു പോകും, മരണം നിന്റെ മുമ്പിൽ വരും. നീ വിശ്വസ്തനാകുന്ന പകൽക്കാലം. വെളിപ്പാട് 3:1 പറയുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവ് 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. എനിക്ക് നിന്റെ എല്ലാ പരിപാടിയും അറിയാം. എന്റെ നാടൻ ഭാഷയിൽ കേട്ടോ, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നിനക്ക് ഭയങ്കര പേരാ, നീ മരിച്ചവനാകും. പക്ഷെ നീ മരിച്ചവരാണ് ഞാൻ അറിയുന്നു. പക്ഷെ നിന്നെ ഇന്ന് സമൂഹ റെവറൻഡ് എന്നും ഒക്കെ വിളിക്കുന്നു. പക്ഷേ നീ ആരാ? നീ മരിച്ചവനാ. ഇന്ന് വരെ ഊമെന്ന് കളയാതെ, ഇന്ന് പകല് ദൂരെ കേൾക്കുന്നവരെയും കൃപയിൽ നിർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഇന്ന് വരെ മാനസാന്തരപ്പെട്. ദൈവവചനം മാത്രം ഞാൻ ഉൾക്കൊള്ളും, അത് മാത്രം അനുസരിക്കും. ഞാൻ അതിൽ വിശ്വസ്തയോടെ നിലകൊള്ളും. അതുകൊണ്ട് 5ഉം 2ഉം 1 താരത്ത് കൊടുത്തോട് പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ദാസനെ ഇവന്റെ ഒന്നുകൂടെടുത്ത് 5ഉള്ളവന് കൊടുക്ക്. ഇവരെ അകത്തെ ഇരുത്തിൽ വലിച്ചെറിയേ. അവിടെ എന്തുണ്ടാ? കരച്ചിലും പാലികയിലുണ്ടാകും. നീ ഉദാസീനതയോടുകൂടെ നിന്റെ കർത്താവിനെ വേല ചെയ്താൽ ആർക്കും വിടിവിപ്പാൻ കഴിയാത്ത നാശത്തിലേക്ക് പിശാചല്ല, ദൈവം നിന്നെ തള്ളിയിടും. സ്തോത്രം. ദൈവം നിന്നെ തള്ളിയിട്ടാൽ ആർക്കും നിന്നെ വിടുവിക്കാൻ കഴിയില്ല. പിശാചിനെ തള്ളിയിട്ടാൽ എന്റെ ദൈവത്തിന് വിടുവിപ്പാൻ കഴിയും. പക്ഷെ ദൈവത്തിനെ തള്ളിയിട്ടാൽ ആർക്കും വിടുവിപ്പാൻ കഴിയില്ല. സ്തോത്രം. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ. പിന്നെ ഇവൻ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ. മൂന്നാമത്, ഇവൻ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ. എങ്കിൽ വിശ്വസ്തനെ എന്റെ ആടുകളെ നീ മേയ്ക്ക. ഹല്ലേലൂയ. എന്റെ ജനത്തെ ഞാൻ എന്റെ കരങ്ങൾ തരാൻ പോകുക, നീ അവരെ മേയ്ക്ക. ഹല്ലേലൂയ. ഇന്ന് പകലിൽ യേശു നമ്മെ സ്വതന്ത്രരാക്കി. വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങി പോകരുത്. ഈ വചനത്തിൽ നിലനിൽക്കുക. Never deviate from the word of God. ഒരു ടീച്ചറോട് ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റോട് ചോദിക്കേ. ഏതെങ്കിലും പാസ്റ്ററിനോടോ സഭയോടോ സെമിനാരിയോടോ അച്ഛന്മാരോടോ മനുഷ്യരോടോ ചോദിക്കരുത്. Nobody is authorized. Order of the word of God is God, and the teacher, authorized teacher is Holy Spirit. ആ ആത്മാവ് നിന്നെ പഠിപ്പിക്കും, സകല സത്യത്തിലും വഴി നടത്തും. എന്നിട്ട് നീ വാ, വചനം അനുസരിക്കുന്നതിന് നീ വാ, വിശ്വസ്തനായി നിലകൊണ്ട. ഉദാസീനതയോടെയല്ല, 100-101 നീ കർത്താവിന് വേണ്ടി എരിയുന്ന വിളക്ക് പോലെ നിൽക്കണം. സ്തോത്രം. വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയുകയില്ല, കർത്താവ് വെക്കേണ്ടതിന് വെക്കും. സ്തോത്രം. അനേകർക്ക് വെളിച്ചം കൊടുക്കുന്നവനായി വിശ്വസ്തനായി നീ മാറുവാൻ ഇന്ന് പകൽക്കാല ദൈവാത്മാവിനോട് ആലോചന പറയുക. ദൈവം നിന്നെ തള്ളിക്കളഞ്ഞ, നിന്നെ വിടുവിപ്പാൻ ആരുമില്ല എന്ന് ഓർത്തുകൊള്ള. ഒരു പകലൂടെ നിനക്ക് അവസരം തരിക. You want to be part of a blessed nation or you want to be part of a cursed nation? അനുഗ്രഹിക്കപ്പെട്ട കൂട്ടത്തിലോ ശപിക്കപ്പെട്ട കൂട്ടത്തിലോ നീ എവിടെയാകണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമല്ല, ഇന്ന് പകൽ നീയ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും